നമസ്കാരം. പള്ളുരുത്തി താലൂക്ക് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. പള്ളുരുത്തി കച്ചേരിപ്പടിയിലെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ പരിസരവും നടവഴികളും ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. സംസ്ഥാനത്ത് പടർന്നുപിടിക്കുന്ന പകർച്ചവ്യാധികളായ പകർച്ചപ്പനി, ചിക്കൻ ഗുനിയ, ഷിഗല്ലോ, ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയവയുടെ സാന്നിധ്യം ഉള്ളതിനാണ് ആശുപത്രി സൂപ്രണ്ട് മിനു മാത്യുവിന്റെ നേതൃത്വത്തിൽ ആശാപ്രവർത്തകരെയും ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരും ചേർന്ന് ശുചീകരണം നടത്തിയത്. ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. സംസ്ഥാനമൊട്ടാകെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ വെള്ളിയാഴ്ച സ്കൂളുകളിൽ പരിസര ശുചീകരണം ശക്തമാക്കുന്നു. എല്ലാ ശനിയാഴ്ചയും സ്ഥാപനങ്ങളിൽ പരിസര ശുചീകരണം, ഉറവിട നശീകരണവും ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഭവനങ്ങളിലും ഞായറാഴ്ചകളിൽ ഡ്രൈ ഡേയുടെ ഭാഗമായിട്ട് ഭവനവും പരിസരങ്ങളും ശുചീകരിക്കുന്നു. ഈ സംസ്ഥാനമൊട്ടാകെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനങ്ങളിൽ പള്ളുരുത്തി താലൂക്ക് ആശുപത്രിയിൽ ആശാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, ഞങ്ങളുടെ സ്റ്റാഫ്, മറ്റ് എല്ലാ പൊതുപ്രവർത്തകരെല്ലാം ഒരുമിച്ച് ഞങ്ങൾ പരിസരം എല്ലാ ശനിയാഴ്ച ശുചീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പകർച്ചവ്യാധികളായ ഡെങ്കിപ്പനി, എലിപ്പനി, H1N1, ഷിഗല്ല, മഞ്ഞപ്പിത്തം, വയറിളക്ക രോഗങ്ങൾ, പിന്നെ വെസ്റ്റ് നൈൽ ഫീവർ, ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പനി പകർച്ചവ്യാധിയായിട്ട് തന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് പ്രതിരോധിക്കാൻ ഒരു ശക്തമായ സേനയായിട്ട് തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കാം. രോഗപ്രതിരോധ ശക്തി നേടിയെടുക്കാൻ അവരവരുടെ പരിസരവും ശരീരവും എല്ലാം ആരോഗ്യം നിർത്തുന്ന വിധത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നഴ്സിംഗ് സൂപ്രണ്ട് നിന ജോസഫ്, ഓഫീസ് ക്ലർക്ക് പിന്നാജ് ഷിജു, സ്റ്റാഫ് നഴ്സുമാരായ സുമാ സുധിൽ, വിഷ്ണു തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.